എങ്ങനെയാണ് BJP ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു എന്നതിൻ്റെ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നത്. ഈ ദൃശ്യം കണ്ടിട്ടാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പൊട്ടിത്തെറിച്ചത്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് പറഞ്ഞ വാക്കുകൾ നമ്മുടെ മുന്നിലുണ്ട്. അത് ഇങ്ങനെയാണ്: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കം അനുവദിക്കാനാകില്ല. വരണാധികാരി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാകില്ല. ഈ കോടതി എല്ലാം കാണുന്നുണ്ടെന്ന് അയാളോട് പറയൂ. ഇത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് DY ചന്ദ്രചൂഡിന്റെ വാക്കുകളാണ്. അദ്ദേഹം പൊട്ടിത്തെറിക്കുകയായിരുന്നു യഥാർത്ഥത്തിൽ കോടതി മുറിയിൽ വെച്ച്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഒന്നുകൂടി ആവർത്തിച്ച് കേൾക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടി വായിക്കാം. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യാനുള്ള നീക്കം അനുവദിക്കാനാകില്ല. വരണാധികാരി ബാലറ്റ് പേപ്പറുകളിൽ കൃത്രിമം കാട്ടുന്നത് ദൃശ്യങ്ങളിൽ വ്യക്തം. അയാളെ പ്രോസിക്യൂട്ട് ചെയ്യണം. മൊത്തം സംവിധാനത്തെയും കളിയാക്കുന്ന പ്രവണത അംഗീകരിക്കാനാകില്ല. ഈ കോടതി എല്ലാം കാണുന്നുണ്ടെന്ന് അയാളോട് പറയൂ. ഇതാണ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾ. നാം ആലോചിച്ച് നോക്കണം, ഇത്രമാത്രം പൊട്ടിത്തെറിക്കാൻ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ പ്രകോപിപ്പിച്ച ആ ദൃശ്യങ്ങൾ ഏതാണ്? അത് പ്രേക്ഷകർക്ക് കാണാം. ഇത് നടന്നത് ചണ്ഡീഗഡിലാണ്. ചണ്ഡീഗഡിന്റെ മേയർ തെരഞ്ഞെടുപ്പിൽ 8 വോട്ടുകൾ അസാധുവായത് എങ്ങനെ എന്ന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ ദൃശ്യങ്ങൾ. ബാലറ്റ് പേപ്പറിൽ വരണാധികാരി തന്റെ മഷിപ്പേന വെച്ച് എന്തൊക്കെയോ കുറിക്കുന്നു. അങ്ങനെ ആ ബാലറ്റ് പേപ്പർ അസാധുവാണ് എന്ന് പ്രഖ്യാപിക്കുന്നു. അങ്ങനെ 8 വോട്ടുകൾ അസാധുവാക്കുന്നു. ആ 8 വോട്ട് അസാധുവാക്കിയതിന്റെ ബലത്തിൽ BJP സ്ഥാനാർത്ഥി ജയിച്ച് ചണ്ഡീഗഡ് മേയറാകുന്നു. ഇതാണ് ചണ്ഡീഗഡ് കോർപ്പറേഷനിൽ നടന്നത്. ഇത് സംബന്ധിച്ച് സുപ്രീം കോടതിയിൽ കേസ് പോയി. ഹൈക്കോടതി ആ കേസ് അംഗീകരിച്ചില്ല. ആദ്യം അത് ആലോചിച്ച് നോക്കണം. BJPക്കെതിരെ മത്സരിച്ച BJP സ്ഥാനാർത്ഥിയായ മനോജ് സോൻകറിനെതിരെ മത്സരിച്ച കോൺഗ്രസ് ആം ആദ്മി പാർട്ടി നേതാവ് കുൽദീപ് കുമാറാണ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കുൽദീപ് കുമാർ നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. പക്ഷേ ഹൈക്കോടതി അനുകൂലമായ വിധി നൽകിയില്ല, പരിഗണിക്കാൻ തയ്യാറായില്ല. അതേ തുടർന്ന് കുൽദീപ് കുമാർ സുപ്രീം കോടതിയെ സമീപിക്കുകയായിരുന്നു. സുപ്രീം കോടതി ഈ ദൃശ്യങ്ങൾ കണ്ട് ഞെട്ടി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് തന്നെ ഉത്തരവിട്ടു, എത്രയും പെട്ടെന്ന് എന്ന് വെച്ചാൽ ഇന്നലെ വൈകുന്നേരത്തിന് അകം, തിങ്കളാഴ്ച വൈകുന്നേരത്തിനകം ആ ബാലറ്റ് പേപ്പറുകൾ കസ്റ്റഡിയിലെടുക്കണം. അതിനുശേഷം നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടു വരണാധികാരിയോട്. ഈ മാസം 19-ന് കേസ് പരിഗണിക്കുമ്പോൾ നേരിട്ട് ഹാജരാകണം. നേരിട്ട് ഹാജരായി എന്താണ് സംഭവിച്ചു എന്ന് പറയണം. അതിനു മുമ്പ് ഹൈക്കോടതിയോടാണ് സുപ്രീം കോടതി നിർദ്ദേശിച്ചത് എല്ലാ രേഖകളും പിടിച്ചെടുക്കാൻ വേണ്ടി. നാം ആലോചിച്ച് നോക്കൂ, ഇവിടെ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ ആരോപണങ്ങൾ BJPക്കെതിരെ ഉയർന്നു വരുന്നുണ്ട്. ആ ആരോപണങ്ങളിൽ പലതും ശരിയാണ് എന്ന് ഓരോ ദിവസം കഴിയുന്തോറും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ ആരോപണം വന്നത് വോട്ടിംഗ് യന്ത്രത്തെക്കുറിച്ചാണ്. വോട്ടിംഗ് യന്ത്രം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ, വോട്ടിംഗ് യന്ത്രത്തിൽ കൃത്രിമം കാട്ടുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ ഇന്ത്യയിലുണ്ട്. വലിയൊരു വിഭാഗം രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് തെളിയിക്കാൻ കഴിയുന്നില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ വോട്ടിംഗ് യന്ത്രം ഉപയോഗിച്ച് വോട്ടെടുപ്പ് നടക്കുന്നു. BJP വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. അതല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രം മാറ്റുന്നു, കൃത്രിമമായി മറ്റൊരു വോട്ടിംഗ് യന്ത്രം അതേ സ്ഥാനത്ത് കൊണ്ടുവയ്ക്കുന്നു. ഇങ്ങനെ പല രൂപത്തിൽ ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ വളരെയധികം കൃത്രിമം നടക്കുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണോ? ആണ് എന്ന് നമ്മോട് വിളിച്ചു പറയുന്നതാണ് ഈ ദൃശ്യങ്ങൾ. എങ്ങനെയാണ് ഒരു വരണാധികാരിക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന് ഇങ്ങനെയൊക്കെ പെരുമാറാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് മിഷനറി തന്നെ ഒരു നോക്കുകുത്തിയാക്കി മാറ്റുന്നത്? ഇതിനെല്ലാം ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് BJPയുടെ വിജയത്തിന് പിന്നിലും. ഇത് തന്നെയാണ് BJP തുടരെ ജയിച്ചു വരാൻ കാരണവും. അതുകൊണ്ട് തന്നെയാണ് ഈ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് അല്ലെങ്കിൽ വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ഇപ്പോൾ ആശങ്ക ഇന്ത്യയിൽ ഉയർന്നു വരികയും വോട്ടിംഗ് യന്ത്രം മാറ്റി സാധാരണ ബാലറ്റ് സമ്പ്രദായത്തിലേക്ക്, പഴയ വോട്ടിംഗ് സമ്പ്രദായത്തിലേക്ക് തിരിച്ചു പോകണമെന്ന ആവശ്യം ഉയർന്നു വരികയും ചെയ്യുന്നത് ഇന്ത്യയിലല്ലാതെ ലോകത്ത് ഒരു വികസിത രാജ്യത്തും വോട്ടിംഗ് യന്ത്രം ഉപയോഗിക്കുന്നില്ല എന്നുകൂടി അറിയുമ്പോഴാണ് ഈ വോട്ടിംഗ് യന്ത്രത്തിന് പിറകിൽ എന്തൊക്കെയോ നടക്കുന്നുണ്ട് എന്ന സംശയം ഉയർന്നു വരുന്നത്. അതിന് ഏറ്റവും വലിയ തെളിവായി ഈ വരണാധികാരിയുടെ ഇടപെടൽ മാറുന്നുണ്ട്. ഇങ്ങനെ വരണാധികാരിക്ക് പെരുമാറാൻ, അതും ഒരു ക്യാമറയുടെ മുന്നിൽ പെരുമാറാൻ
ധൈര്യമുണ്ടാകുന്നത് എന്തുകൊണ്ടാണ് BJP അല്ലെങ്കിൽ BJPയുടെ സർക്കാർ, BJPയുടെ അധികാര കേന്ദ്രങ്ങൾ തന്നെ സഹായിക്കും, തന്നോടൊപ്പം ഉണ്ടാകുമെന്ന വിശ്വാസമാണ്. ഈ വിശ്വാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇന്ത്യയൊട്ടാകെ തെരഞ്ഞെടുപ്പ് അട്ടിമറി നടത്താൻ BJPക്ക് കഴിയുന്നത് എന്ന ആരോപണമാണ് ഉയർന്നു വരുന്നത്. അത് ശരിയാണ് എന്ന് സംശയിക്കത്തക്ക രൂപത്തിലുള്ള ഓരോ വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.